ഇന്ന് ഡിസംബർ 20 വെള്ളിയാഴ്ച. ഇന്നത്തെ OTT റിലീസുകൾ ഏതൊക്കെ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന പുതിയ സർപ്രൈസ് OTT റിലീസുകളും മലയാളം OTT റിലീസുകളും പുതിയ OTT അപ്ഡേറ്റുകളുമാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ്, മികച്ച അഭിപ്രായം നേടിയ സുരാജ് വെഞ്ഞാറമൂട് നായകനാകുന്ന കോമഡി മലയാളം സിനിമയാണ് മദനോത്സവം. 1.5 വർഷം മുമ്പ് തിയേറ്ററിലേക്ക് എത്തിയ ഒരുപാട് പേര് OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ സിനിമ ഡിസംബർ മാസം തന്നെ മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യൽ റിപ്പോർട്ട് ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ അതിനു മുന്നേ തന്നെ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തതും സുരാജ് വെഞ്ഞാറമൂടിന്റെ മികച്ച അഭിപ്രായം നേടിയ ആക്ഷൻ ത്രില്ലർ മലയാളം ചിത്രമാണ് മുറ. ഈ സിനിമ ക്രിസ്മസ് പ്രമാണിച്ച് ഡിസംബർ 20 അല്ലെങ്കിൽ 28 ഉള്ളിലായിട്ട് എന്തായാലും ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. റിപ്പോർട്ട് പോലെ തന്നെ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ദീപ്തി സതി, അജു വർഗീസ് ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന താനാര എന്ന കോമഡി ത്രില്ലർ മലയാളം സിനിമ ഡിസംബർ 27 സിംപ്ലി സൗത്തിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ഇന്ന് വന്നിട്ടുണ്ട്. ഡിസംബർ 27 തന്നെ മനോരമ മാക്സിലും ആമസോൺ പ്രൈമിലും കൂടെ സിനിമ OTT റിലീസ് ചെയ്തേക്കും. പഞ്ചാബിലെ മികച്ച റെസ്പോൺസ് നേടി തിയേറ്ററിൽ വിജയിച്ച ആക്ഷൻ ക്രൈം ഡ്രാമ സിനിമയാണ് ചീട്ടാ സിംഗ്. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ഈ സിനിമ ഇപ്പം കേബിൾ 1 OTTയിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി, പഞ്ചാബി, ഇംഗ്ലീഷ് ഉൾപ്പെടെ 11 ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ക്യൂബിക്കിൾസ് എന്ന ഹിന്ദി കോമഡി ഡ്രാമ സീരീസിന്റെ പുതിയ 4ാമത്തെ സീസൺ അടക്കമുള്ള എല്ലാ 4 സീസണുകളും സോണി ലീവിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി ഉൾപ്പെടെ 7 ഭാഷകളിൽ ലഭ്യമാണ്. പാലും പയവും എന്ന മീര ജാസ്മിന്റെ റൊമാന്റിക് കോമഡി ഫാമിലി മലയാളം സിനിമ ഇന്ന് വൈകിട്ടായിരുന്നു സൈന പ്ലേയിലൂടെ OTT റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ സിനിമയുടെ OTT റിലീസ് കുറച്ച് നേരത്തേക്ക് നീട്ടിവച്ചിട്ടുണ്ട്. സിനിമ ഇന്ന് രാത്രിയോടെയാണ് OTT റിലീസ് ചെയ്യുക. ഇന്ന് OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കിയ റിപ്പോർട്ട് വന്ന ഒരു മലയാളം ആക്ഷൻ ത്രില്ലർ സിനിമയാണ് കടകൻ. എന്നാൽ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിട്ടില്ല. സിനിമയുടെ OTT റിലീസ് നീട്ടിവച്ചിരിക്കുകയാണ്. സിനിമയുടെ പുതിയ OTT റിലീസ് ഡേറ്റോ അല്ലെങ്കിൽ പുതിയ OTT അപ്ഡേറ്റുകളോ വന്നിട്ടില്ല. വരുമ്പം പുതിയ ഒരു വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. 3 വാക്ക് എന്ന ഹിന്ദി കോമഡി ത്രില്ലർ സീരീസ് ഇന്ന് ജിയോ സിനിമാസിലൂടെ ഹിന്ദി ഭാഷയ്ക്ക് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ കൂടി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഒട്ടേൽ എന്നൊരു ആക്ഷൻ സസ്പെൻസ് ഡ്രാമ തെലുങ്ക് സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ HD പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്ത ബ്രിട്ടീഷ് അമേരിക്കൻ ഹിസ്റ്റോറിക് ആക്ഷൻ സിനിമയാണ് ഗ്ലേഡിയേറ്റർ 2. മികച്ച അഭിപ്രായം നേടിയ ഈ സിനിമ ഡിസംബർ 24 ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അമി ആദംസ് അഭിനയിക്കുന്ന ബ്ലാക്ക് കോമഡി ഹൊറർ ഹോളിവുഡ് സിനിമയാണ് നൈറ്റ് ബീച്ച്. സിനിമ ഡിസംബർ 27 ആമസോൺ പ്രൈമിലൂടെയും ആപ്പിൾ TV പ്ലസിലൂടെയും ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. സ്ക്വിഡ് ഗെയിം എന്ന മികച്ച അഭിപ്രായം നേടിയ കൊറിയൻ സർവൈവൽ ആക്ഷൻ മിസ്റ്ററി ഗെയിം സീരീസിന്റെ 2ാമത്തെ സീസൺ ഡിസംബർ 26 നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, കൊറിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. സീരീസിന്റെ എല്ലാ പുതിയ 6 എപ്പിസോഡുകളും OTT ലഭ്യമാകുന്നതാണ്. അടുത്തത് സ്വർഗവാസൽ എന്ന തമിഴ് ക്രൈം ത്രില്ലർ ജയിൽ ഡ്രാമ സിനിമയുടെ മലയാളം OTT അപ്ഡേറ്റ് ആണ്. സിനിമ അടുത്ത വെള്ളിയാഴ്ച ഡിസംബർ 27 നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. മികച്ച അഭിപ്രായം നേടിയ മറിമായം ടീമിന്റെ കോമഡി സിനിമ പഞ്ചായത്ത് ജട്ടി ക്രിസ്മസിന്റെ ഒരു ദിവസം മുന്നേ ഡിസംബർ 24 മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്.